പ്രിയപ്പെട്ട SLC വിദ്യാർത്ഥികളെ, 2025 നടക്കാൻ പോകുന്ന SLC എക്സാമിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുകയാണെന്നറിയാം. നിങ്ങളുടെ പഠനത്തിൽ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു പുതിയ വിവരം കൂടി ഞാൻ നൽകുകയാണ്. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം നടന്ന 2024 നടന്ന SLC എക്സാമിൻ്റെ സോഷ്യൽ പേപ്പർ എടുക്കുകയാണെങ്കിൽ നമുക്കതിൽ വ്യത്യസ്തമായിട്ട് കാണാം. അതിൽ A പാർട്ട്, B പാർട്ട് 2 പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ A പാർട്ട് അതിൻ്റെ മോഡൽ എങ്ങനെയാണെന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിലും A പാർട്ടിലുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് എഴുതേണ്ടി വരും. A പാർട്ടിൽ നമുക്ക് ഗവൺമെൻറ് കുറച്ച് പാഠങ്ങൾ തരും. ആ പാഠങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു പോകേണ്ട പാഠങ്ങളാണ്. ആ പാഠങ്ങളിൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും നമ്മൾ മിസ്സാക്കിയാലും നമുക്ക് അതിൽ മാർക്ക് നഷ്ടപ്പെടും. ഓരോ പാഠത്തിന് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ വരും വരെ നമുക്ക് ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അപ്പം B പാർട്ടിൽ വരുന്നത് നമുക്ക് 2 പാഠങ്ങൾ തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു പാഠം പഠിച്ചാൽ മതി. അതിൽ 2 പാഠങ്ങളിൽ ഒരു പാഠം നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പാഠം നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ആ ഒന്നാമത്തെ പാഠത്തു നിന്ന് വരുന്ന നമ്മൾ പഠിച്ച പാഠത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. അതുപോലെ നമുക്കിപ്പം കഴിഞ്ഞ കൊല്ലം ജോഗ്രഫിൻ്റെ നോക്കുകയാണെങ്കിൽ 3-ാം പാഠവും 8-ാം പാഠവും 7-ാം പാഠവും 10-ാം പാഠവുമായിരുന്നു നമുക്ക് നിർബന്ധമായിട്ട് പഠിക്കാൻ വേണ്ടി ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ അത് A പാർട്ടിലാണ് വരുന്നത്. B പാർട്ടിൽ വരുന്നതാണെങ്കിൽ നമുക്ക് 1 അല്ലെങ്കിൽ 2 അതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ നമുക്ക് ആ പാഠത്തു നിന്ന് വരുന്ന നമുക്ക് ഫുൾ മാർക്ക് ലഭിക്കും. അതുപോലെ തന്നെ 5 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 4 ഇങ്ങനെ 3 പാഠങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ജോഗ്രഫിയിലുണ്ട് കുറച്ച് പാഠങ്ങൾ നമുക്ക് A പാർട്ടിൽ തരും. അത് നമുക്ക് നിർബന്ധമായിട്ട് പഠിക്കേണ്ടി വരും. ചില പാഠങ്ങൾ നമുക്ക് B പാർട്ടിൽ തരും. അത് നമുക്ക് ചോയ്സ് ആയിട്ട് ഒരു പാഠം അല്ലെങ്കിൽ മറ്റേ പാഠം പഠിച്ചാൽ മതി. ചിലപ്പം 2025 നടക്കുന്ന SLC എക്സാമിന് ഗവൺമെൻറ് പാഠങ്ങൾ മാറ്റാൻ സാധ്യതയുണ്ട്. ചിലപ്പം 2024 തന്ന അതേ പാഠങ്ങൾ തന്നെയായിരിക്കും, ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകില്ല. അപ്പം എങ്ങനെയാണെങ്കിലും ഈ വിവരം നിങ്ങളെ അറിയിക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. നിങ്ങൾ ഏതായാലും ഇങ്ങനെ A പാർട്ടും B പാർട്ടും ആയിട്ടാണ് എക്സാം നടക്കുന്നതെന്ന് മുൻകൂട്ടി തന്നെ അറിയിക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേരുന്നു. എല്ലാവർക്കും ഫുൾ A+ ലഭിക്കട്ടെ.